ഹലോ. ഇപ്പൊ മലയാള സിനിമയിൽ തന്നെ നോക്കുവാണെങ്കിൽ 80s ഭയങ്കര ടീനേജിന്റെ ഹരമായിരുന്നു റഹ്മാൻ എന്ന് പറയുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മലയാള സിനിമേനെ വിടുന്നു, തമിഴിലേക്ക് മാറുന്നു, പിന്നെ തെലുങ്ക്, അങ്ങനെ മാറിപ്പോകുന്നു. മലയാള സിനിമേനെ പാടെ ഒഴിവാക്കുന്ന അതൊരു എന്താ തീരുമാനിച്ചുറപ്പിച്ചിട്ട് മാറിയതാണോ? എന്റെ കരിയറിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാൻ വളരെ ഇന്നസെന്റ് ആയ ഒരു സ്റ്റേജിൽ, പ്രായം മെച്ചൂരിറ്റി ഒന്നും ഇല്ലാത്തൊരു, ഇതേ പറഞ്ഞ പോലെ കാർത്തിക് നാരായൺ വരുന്ന സമയത്തായിരുന്നു. കാർത്തിക് നാരായൺ 21 വയസ്സിൽ ഒരു പടം ഡയറക്ട് ചെയ്യുമ്പോൾ 21 വയസ്സിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം സിനിമയിലുണ്ടായിരുന്നു, പക്ഷെ ഒരു ബോധം ഉണ്ടായിരുന്നില്ല എന്താണ് എന്റെ ഭാവിയെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാത്തൊരു ആ ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു ഏജ് എനിക്ക്. സത്യം പറയുകയാണെങ്കിൽ മലയാളത്തിൽ വരുമ്പോ തന്നെ എന്റെ സമയം നന്നായതുകൊണ്ടോ പ്രേക്ഷകർക്ക് എന്നെ സ്വീകരിച്ചതും എനിക്ക് നല്ല സിനിമകൾ വന്നു, എനിക്ക് വേണ്ടി കഥാപാത്രങ്ങൾക്ക് എഴുതി, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലം. അപ്പം സിനിമയിൽ വരുന്നു, സിനിമയിലെ ഒരു സ്ഥാനത്ത് എത്തണം എന്നുള്ള ഒരു മുൻചിന്തയോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റോ പ്ലാൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ചൂട് പിടിക്കുന്ന സമയത്ത്, ചൂട് പിടിച്ച സമയത്ത് മലയാളത്തിൽ നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ തമിഴിലേക്ക് എനിക്ക് തന്നെ ഒരു ഓഫർ വന്നു. അപ്പം അവിടെയും ഓക്കെ ഒന്ന് വെറുതെ ചെയ്തു പോകാന്ന് വിചാരിച്ചു. അതും ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റായി, രണ്ടാമത്തെ സിനിമ ഹിറ്റായി. അപ്പൊ ബേസിക്കലി നമ്മള് ഓരോ ഹിറ്റിനനുസരിച്ച് ഏതൊരു ആർട്ടിസ്റ്റും ടെക്നീഷ്യനും അതിനനുസരിച്ച് സിനിമകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് തെലുങ്കില്. അപ്പൊ ഞാൻ പൊതുവെ ആക്ച്വലി മലയാളം വേണ്ട, ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു തമിഴിലേക്ക് പോകുന്നു, അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് അങ്ങനെ കാറ്റടിക്കുന്ന പോലെ ഞാൻ അങ്ങ് ഒഴുകിപ്പോയിന്നേ ഉള്ളൂ ആ കാറ്റിന്റെ ഒപ്പം തന്നെ. സോ ഇതായിരുന്നു. പിന്നെ തിരിച്ച് മലയാളത്തിലേക്ക് ഇപ്പൊ മലയാള ഭാഗത്ത് നിന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ, കേരളത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. അതേ ചോദ്യമാണ് ഇവിടെ എന്നെ തമിഴ്നാട്ടിലും ചോദിക്കുന്നത്. കാരണം നിങ്ങളെ അധികം കാണുന്നില്ല, നിങ്ങൾ മലയാളത്തിലേക്ക് തിരിച്ചു പോയോ എന്നാണ് ഇവരുടെ വിഷമം. സോ സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 93-ന് ശേഷം പടങ്ങളുടെ എണ്ണം കുറഞ്ഞു. കാരണം ഞാൻ കുറച്ചുകൂടി ചൂസ് ചെയ്യാൻ തുടങ്ങി സിനിമകള്. അപ്പം വേണ്ട സിനിമ, എനിക്ക് ഇഷ്ടമുള്ള സിനിമ, നല്ല അർത്ഥമുള്ള സിനിമ, ഇതൊക്കെയായിരുന്നു സെലക്ഷന്റെ ഭാഗമായിട്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ സിനിമകളുടെ നമ്പർ കുറയും, എണ്ണം കുറയും. അപ്പോൾ തമിഴിലും ആവട്ടെ, മലയാളത്തിലാവട്ടെ, തെലുങ്കിലാവട്ടെ ഒക്കെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഒരു ഗ്യാപ്പ് വരുന്ന സാധ്യതകൾ ഒരുപാടുണ്ട്. പിന്നെ തമിഴില് എനിക്ക് കുറച്ചുകൂടി ഫിനാൻഷ്യലി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ചുകൂടി സിനിമകൾ ഞാൻ ചെയ്തു പോകുന്നുണ്ട്. മലയാളത്തിലാവുമ്പോൾ ഞാൻ കുറച്ചുകൂടി നല്ല സിനിമകൾ എന്റെ മാതൃഭാഷ ആയതുകൊണ്ട് അവിടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല, കാരണം നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടി നല്ല സിനിമകൾ കാണാൻ കാത്തിരിക്കുന്ന ടൈപ്പ്. അപ്പൊ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യാൻ എനിക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ റിസ്ക് എടുക്കാൻ പറ്റുന്നത്. വെറും മലയാളം സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നല്ല സിനിമകളും ചെയ്യും, അതിന്റെ ഇടയിൽ നമ്മുടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടി പല പടങ്ങളും നമ്മൾ അറിയാണ്ട് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ തമിഴിലും തെലുങ്കിലും ഒക്കെ എനിക്ക് അങ്ങനെ ചാൻസസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം കെയർ എടുക്കുന്നില്ല. എന്നാൽ പോലും കുറച്ചെങ്കിലും ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റഹ്മാൻ മലയാളം സിനിമയിൽ നിന്ന് പോയതല്ല, പലരും ഇങ്ങനെ പാര വെച്ച് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഏയ് അതൊന്നുമില്ല. അതൊരു പാരയൊന്നും ആരും വെച്ചിട്ടില്ല. അങ്ങനെ ആർക്കും വെക്കാൻ പറ്റൂലായിരുന്നു. അന്നൊക്കെ വളരെ ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ പാര വെക്കാൻ വേണ്ടി. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും പാര വെക്കാം. കാരണം ഫേസ്ബുക്കിലും ഫാൻസ് അസോസിയേഷൻ ഒക്കെ വെച്ചിട്ട് ആരെങ്കിലും കൊണ്ട് അത് ഇതൊക്കെ പറയിപ്പിക്കാനുള്ള സംഭവങ്ങളാണല്ലോ ഫാൻസ് അസോസിയേഷൻ ഒക്കെ അധികം പേര് ഉപയോഗിക്കുന്നത്. പക്ഷെ അന്നൊന്നും അങ്ങനെ ആരുമില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഉദ്ദേശിക്കുന്ന രണ്ടുപേരും ഇവർ തന്നെ മാത്രമുള്ളൂ. ഞാൻ ഇവരെ കൂടെയാണ് ഒരുപാട് പടങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു തെറ്റില്ല. എന്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഞാൻ തമിഴിലേക്ക് പോയി. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചപ്പോ ആരെയും ചെയ്തു. ഇപ്പൊ മോഹൻലാൽ ചെയ്തു, തമിഴില് മമ്മൂട്ടി ചെയ്തു, പൃഥ്വിരാജ്, ജയറാം ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തു, എന്റെ പടങ്ങൾ ഹിറ്റായി. എനിക്ക് ഇവിടെ പടങ്ങൾ ഒരുപാട് വന്നു. പിന്നെ ഇവിടുത്തെ പടങ്ങൾ എടുക്കുന്ന സ്റ്റൈലൊക്കെ എന്നെ വല്ലാണ്ട് സുഖിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പതുക്കെ തമിഴിലേക്ക് ഇങ്ങനെ ശ്രദ്ധ വന്നു. മാത്രമല്ല അന്നൊക്കെ തമിഴ് സിനിമ ചെയ്യുന്നതിന് ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം മുമ്പേ ഇവർ അഡ്വാൻസ് കൊടുത്ത് ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ കുറച്ചുകൂടി സിസ്റ്റം ആയിരുന്നു. മലയാളത്തിൽ അന്ന് എന്റെ അറിവിൽ വളരെ പെട്ടെന്നായിരുന്നു ഒരു ഷൂട്ടിംഗ് തുടങ്ങുക. അതായത് ഈ മാസം എന്നിട്ട് പറയും അടുത്ത ആഴ്ച ഷൂട്ടിംഗ് സാറെ ഡേറ്റ് ഉണ്ടോന്ന് ചോദിക്കും. അങ്ങനെയായിരുന്നു. ഇങ്ങനെ എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്ത രീതി ആയി വന്നപ്പോൾ പതുക്കെ എനിക്ക് മലയാളം പടങ്ങൾ ചെയ്യാനുള്ള എണ്ണങ്ങൾ കുറഞ്ഞു. തമിഴിലേക്ക് തന്നെ കൂടിപ്പോയി. പിന്നെ പതുക്കെ മലയാളത്തിലുള്ള പഴയ ഡയറക്ടർമാരൊക്കെ പോയി. അന്നുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്
പിന്നെ അവർക്കാണെങ്കിൽ അന്ന് വന്ന തലമുറയുള്ള നടന്മാരുമായിട്ട് കൂടുതൽ കണക്ഷനും. സോ എന്റെ ചുരുക്കത്തിൽ പറഞ്ഞ എന്റെ പബ്ലിക് റിലേഷൻ, അതെ PR, അത് കുറഞ്ഞു പോയി. ഒരിടയ്ക്ക് സിനിമ ഒരു ഭാഷയിലും ചെയ്യാതിരുന്ന എന്തെങ്കിലും ഒരു കാലം ഉണ്ടായിരുന്നോ? അതായത് മലയാളം, തമിഴ്. ഇപ്പം മലയാളത്തിൽ നിന്ന് വിട്ട സമയത്ത് തമിഴില് ചെയ്യുന്നുണ്ടായിരുന്ന, തെലുങ്കിൽ? എനിക്ക് ഉണ്ടായിരുന്നു വളരെയധികം ഡൗൺഫോൾസ് ലൈഫിൽ. ഒരുപാട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച സമയങ്ങളുണ്ട്. സിനിമകളൊന്നും ഇല്ലാണ്ട് ഒരു വർഷത്തോളം ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ? അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കാം, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വിഷമം എന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്ഥിരമായിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നത് പെട്ടെന്ന് പണിയില്ലാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും മാത്രമല്ല, ഈ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലും ആൾക്കാരെ നമ്മളെ കാണുമ്പോൾ എന്താ ഈ പടങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദ്യം ചോദിക്കുമ്പോഴോ ഇല്ല അടുത്ത പടം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഉത്തരം കിട്ടാണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ ഒരു ചമ്പലോ അല്ലെ ഒരു വിഷമോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഫേസ് ചെയ്തു. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ അതൊക്കെ എന്റെ ഒരു ജീവിതത്തിൽ വന്നു പോയതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷം. കാരണം ഞാൻ ആദ്യകാലം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു താഴേന്ന് അതായത് സ്ട്രഗിൾ ചെയ്ത് പലരും സിനിമയിൽ വരാൻ വേണ്ടി ചാൻസ് കേട്ട് അങ്ങനെയൊക്കെ വന്ന് ആ ഒരു കഷ്ടപ്പാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പം പഠിച്ചോണ്ട് ദൈവം എനിക്ക് അങ്ങനെ ഒരു വിധി ഒന്നുമായിരിക്കാം. അങ്ങനെ ആക്കിയിട്ടാണ് ഞാനത് കാണുന്നു, ഞാനത് എടുത്തിരിക്കുന്നത് വളരെ സ്പോർട്ടീവായിട്ട്. സോ ഇന്ന ലൈഫിന്റെ ഒരു ഭാഗമാണ് അത് ഞാൻ വിചാരിക്കുന്നു. സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്ക് പോയത്? ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നോ? ഇങ്ങനെ പാറി പാറി നടക്കാനുള്ള ഒരു സമയമാണ്, അപ്പൊ പാറി പാറി നടക്കാം, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാന് നഗരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തമിഴിൽ ഓഫർ വന്നപ്പോ തമിഴ്നാട്ടിലുണ്ട്. പിന്നെ ഇവിടെ ചൂട് പിടിച്ചപ്പോ ഞാൻ ഇവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആയിന്നേ ഉള്ളൂ. ബാംഗ്ലൂരിൽ എന്റെ പേരൻസ് ആണ് താമസിക്കുന്നത്. എന്റെ സിസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്നൈയിലാണ് താമസം ആക്കിയത്, സെറ്റിൽ ആയത്. കാരണം ചെന്നൈ ഒരു വലിയ ഹബ്ബായിരുന്നു പണ്ട്. സിനിമ ഇൻഡസ്ട്രി, സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ചെന്നൈയിലായിരുന്നു. അപ്പൊ എല്ലാ വർക്കും, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും, ഡബിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന വെച്ചായിരുന്നു. പിന്നെ അത് ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും മാറി നാട്ടിലേക്ക്. പിന്നെ എനിക്ക് ഓവറോൾ എല്ലാം കൊണ്ടും ഞാൻ കല്യാണം കഴിച്ചതും ചെന്നൈയിൽ വെച്ചാണ്. എന്റെ പിള്ളേർ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. സോ അങ്ങനെ ആണ് ഇവിടെ സെറ്റിൽ ആയിരിക്കുന്നത്. എന്തെങ്കിലും സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ മലയാളം പ്രേക്ഷകരോട്? മലയാളം പ്രേക്ഷകർ എപ്പോഴും എനിക്ക് ഒരു കുറിപ്പിട്ട ഒരു ഭാഗം എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം പല വർഷങ്ങളായിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമ്പം കൂടുതലും ഞാൻ വരുന്നത് എന്റെ പാരന്റ്സിനെ കാണാൻ വേണ്ടിയാണ്. ഈ യാത്രക്കിനിടയിൽ ഞാൻ വരുമ്പോഴൊക്കെ ഫ്ലൈറ്റിലും അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ സാധാരണ ആൾക്കാര് എന്നെ കാണുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഇഷ്ടം, അതായത് ആരാവട്ടെ, സ്റ്റേഷനിൽ കാണുന്നവരോ അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന ആരായാലും നമ്മൾ പെട്ടിയെടുത്താണെന്നവരും ഒക്കെ എന്റെ അടുത്ത് കാണിക്കുന്ന അവരുടെ കണ്ണിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രത്യേക ഒരു സ്നേഹം ഞാൻ അവർ കാണുന്നുണ്ട്. അത് മറ്റുള്ളവരെ കാണുന്ന പോലെ അല്ല എന്നെ കാണുന്നത്, എനിക്കറിയാം. ഒരു ബ്രദർലി ഫീലിങ്ങോ അല്ലെങ്കിൽ എന്നെ ചിലപ്പോ ചില ആണുങ്ങളൊക്കെ എന്നെ കെട്ടിപ്പിടിക്കുന്നതാണ്. ചില പോട്ടർമാരൊക്കെ ഒന്ന് എന്നെ കെട്ടിപ്പിടിക്കും കുറച്ചു നേരത്തേക്ക്. സാധാരണ മലയാളീസ് ആണല്ലോ എല്ലാവരും നമ്മൾ പാര വെക്കലും അത് ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ കളിയാക്കിയിരിക്കും. പക്ഷെ എന്നാ പോലും എന്റെ ഒരു ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം ഒന്നുകിൽ അവർ പറയുന്നത് അവരുടെ മദറിനോ അല്ലെങ്കിൽ അവരുടെ ഫാദറിനോ എന്നെ വലിയ കാര്യമാണ്, ഭയങ്കര ഫാനാണ്, ഒക്കെ അങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു അറ്റാച്ച്മെന്റ്. എന്റെ മൂത്ത ചേട്ടൻ പോലെയാണ്. കാരണം എന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് റഹ്മാൻ. മോനെ എന്നൊക്കെ വിളിക്കുക, റഹ്മാൻ മോൻ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കേൾക്കുന്നുണ്ട് എപ്പോഴും. സോ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ എന്താണ് അത്രയും ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ. ഇന്ന് ഇത്രയും വർഷമായിട്ട് വലിയൊരു ഗ്യാപ്പ്. ബ്ലാക്കിന് മുമ്പ് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ബ്ലാക്കിന് സിനിമ ചെയ്തതിന് മുമ്പ്. അപ്പൊക്കെ ഞാൻ തിരിച്ച് എന്റെ ഫ്രണ്ട്സിനോട് പറയാം, ഞാനൊന്നും മമ്മൂട്ടിയോ മോഹൻലാലൊക്കെ ചെയ്തത് പോലെ അത്രയൊന്നും വലിയ സംഭവമൊന്നും സൃഷ്ടിച്ചില്ല, എന്നാലും ജനങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാര്യം എന്നൊക്കെ ഞാൻ പലപ്പോഴും എന്നെ തന്നെ ചോദിക്കാറുണ്ട്. സോ അത് ഭയങ്കര ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് അതൊക്കെയാണ്. അപ്പം പ്രേക്ഷകർക്ക് എനിക്കൊന്നും പറയാനില്ല. പ്രേക്ഷകരുടെ അടുത്ത് വളരെ സന്തോഷമാണ്. ദുഃഖം എന്നത് ഈ മറുപടി എന്നുള്ള സിനിമ എന്റെ മനസ്സിൽ വളരെ പിടിച്ചിരുന്ന ഒരു സിനിമ. അത് ഞാൻ വിചാരിച്ചത്ര ആ ഒരു റെക്കഗ്നിഷൻ കിട്ടിയില്ല എന്നുള്ളത് വിഷമം മാത്രമേ ഉള്ളൂ. അത് ജനങ്ങളെ, പ്രേക്ഷകരെ ആരും കുറ്റം പറഞ്ഞതല്ല. എന്റെ പ്രേക്ഷകർ എന്റെ സിനിമ കാണാൻ വരും.
കാണും ഒക്കെ ചെയ്യും. ഒരേ പ്രോബ്ലം ഇപ്പത്തെ ഈ മണി പ്രശ്നം കാരണം, ഡിമോണിറ്റൈസേഷൻ കാരണം അതിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അത് എനിക്കും ഉണ്ട്. സോ അത് എനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. അന്നത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡ് സെറ്റർ ആയിരുന്ന ഒരു ആക്ടർ ആയിരുന്നു. ഒരുപാട് ഗോസിപ്സ് ഉണ്ടായിരുന്നു. അപ്പം അത്തരം ഒരു ഗോസിപ്സിനെ എങ്ങനെ ഫേസ് ചെയ്തു? ആ കാലഘട്ടത്തിൽ ടിവിയും കാര്യങ്ങളൊന്നുമില്ലല്ലോ അധികം. പിന്നെ നാട്ടിൽ കിട്ടുന്ന ഇൻഫർമേഷൻ, ഒരു ഗോസിപ്പ് ഒക്കെ എന്ന് പറയുന്നത് വെറും നാട്ടിലത്തെ കുറിച്ച് മാത്രം വിവരമുള്ള സംഭവങ്ങളായിരുന്നല്ലോ. എനിക്ക് എന്റെ പ്രായത്തിൽ നിന്ന് എന്നെ കുറിച്ചായിരുന്നു ഏറ്റവും അധികം ഗോസിപ്പ് എന്നുകൊണ്ടിരുന്നത്. കാരണം ഞാൻ അന്ന് വളരെ യങ് യൂത്ത്ഫുൾ ആയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ നമ്മൾ ഒരു മാർക്കറ്റിലുള്ള ആളിനെ കുറിച്ച് ഒരു എന്തെങ്കിലും നമുക്ക് എഴുതുമ്പോഴല്ലേ ജനങ്ങൾക്ക് അത് വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പം ആ ഒരു കാര്യത്തിൽ പക്ഷെ അന്നൊന്നും എനിക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമോ ഇല്ലെങ്കിൽ ബുദ്ധിയില്ലായിരുന്നു. അപ്പം അപ്പോഴൊക്കെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ വിഷമിച്ചിരുന്നു. എന്റെ പേരൻസ് ഇത് കേട്ടാൽ വായിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ കുറിച്ച് എന്ത് തോന്നും, അങ്ങനെയൊക്കെയായിരുന്നു. ഗോസിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതിലും 100% സത്യമാവണമെന്നില്ല. ചിലപ്പം ചില തുടക്കം ചിലതുണ്ടാവും, അത് വെച്ചിട്ട് പെരുപ്പിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഓരോരോ ഗോസിപ്പ് പുറത്തേക്ക് വരുന്നത്. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അതിന് മെച്ചൂർഡ് ആയതിനു ശേഷം പിന്നെ ഗോസിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയുടെ ഭാഗമാണ്. സിനിമ അല്ല, കലയിലും ഈ തരം എന്താണ് ഷോബിസ് വേൾഡ് ഓർ ഫാഷൻ വേൾഡിലൊക്കെ ഈ ഗോസിപ്പ്, ക്രിറ്റിക്സ് ഇതെല്ലാം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ട്രേഡ് ആണ്. സോ അതിനെ ഞാൻ ധൈര്യമായിട്ട് എക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പൊ എന്റെ വിഷമം വെച്ചാൽ ഗോസിപ്പ് ഇല്ല എന്നുള്ളതാണ് എന്റെ വിഷമം. എന്നെ കുറിച്ച് ഒരു ഗോസിപ്പ് വരുന്നില്ല എന്നാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന പടങ്ങളൊക്കെ ഡയറക്ടറും പ്രൊഡ്യൂസറും പറയും, എന്തെങ്കിലും നമുക്ക് കോൺട്രാക്ട് ഉണ്ടാക്കണ്ടേ പടത്തിന് പബ്ലിസിറ്റി വേണ്ടി, എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും തെറ്റായിട്ട് എന്നൊക്കെയാണ് ഞാൻ അവിടെ ചോദിച്ച് പറയിപ്പിക്കുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.